പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മീഡിയ വൺ ചാനലിലെ പ്രശസ്ത ഹാസ്യ പരമ്പരയാണ് MIT മൂസ. സീരിയലിൽ മൂസയായി വേഷമിടുന്ന വിനോദ് കോവൂരിന്റെ മകളായി വേഷമിടുന്നത് നടി അഞ്ജു ശശിയാണ്. മോഡലിംഗിലും തിളങ്ങിയ നടി അഞ്ജു ഇപ്പോൾ തൻ്റേതെന്ന പേരിൽ പ്രചരിക്കുന്ന അശ്ലീല വീഡിയോയുടെ സത്യാവസ്ഥ വെളിപ്പെടുത്തി ലൈവിലെത്തിയിരിക്കുകയാണ്. MIT മൂസയിൽ റസിയ എന്ന കഥാപാത്രമായി എത്തുന്നത് നർത്തകി കൂടിയായ നടി അഞ്ജു ശശിയാണ്. 2.5 വർഷങ്ങൾക്ക് മുമ്പ് താരത്തിൻ്റെ മുഖഛായയുള്ള ഒരു കുട്ടിയുടെ അശ്ലീല വീഡിയോ പ്രചരിച്ചു തുടങ്ങി. ഇത് താനല്ലെന്ന് വ്യക്തമാക്കിയാണ് ഇപ്പോൾ നടി സുരഭി ലക്ഷ്മിയുമൊത്ത് അഞ്ജു ലൈവിലെത്തിയത്. വീഡിയോയിൽ കാണുന്ന പെൺകുട്ടി ഞാനല്ല, ദയവ് ചെയ്ത് എന്നെ ഇനിയും ഉപദ്രവിക്കരുത്, ആത്മഹത്യയ്ക്ക് വരെ ഒരുങ്ങിയതാണ് താനെന്നാണ് അഞ്ജു ലൈവിൽ വ്യക്തമാക്കുന്നത്. പ്രമുഖ സീരിയലിൽ അഭിനയിക്കുന്ന യുവതാരത്തിൻ്റേത് എന്ന പേരിലാണ് അശ്ലീല വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. അഞ്ജുവിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചാണ് ഈ വീഡിയോ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചത്. ഇതിന് പിന്നാലെ സത്യാവസ്ഥ അഞ്ജു തുറന്നു പറയുകയായിരുന്നു. നമ്മളൊരു വർക്കിന് പോകുമ്പോൾ നമ്മളോട് ആൾക്കാർ ചിലവരൊക്കെ വന്ന് ചോദിക്കും, മോളെ ഇത് മോളെ പറ്റിയിട്ടാണോ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് പറയാം ഞാനല്ലാന്ന്. ചിലവർ അവരുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് സുഖമില്ല എന്ന് ചോദിക്കും. അതേസമയം തന്നെ വേറെ ആൾക്കാരോട് പറയാം, ഇത് ആ കുട്ടിയാട്ടോ, അങ്ങനെയാണ്. നമ്മൾ ചെയ്തതാണെങ്കിലും ഓക്കെ, ഇത് ചെയ്യാത്ത പേരിൽ നമുക്ക് കേൾക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റില്ല. അത് ഒരാൾക്കും ഈ ഒരു ഗതി വരുത്തരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത്. തൻ്റെ മുഖത്തോട് സാമ്യമുള്ള ഒരു പെൺകുട്ടിയുടെ അശ്ലീല വീഡിയോ 2 വർഷം മുമ്പാണ് പ്രചരിച്ചത്. മുഖസാദൃശ്യം കാരണം അത് തൻ്റെ വീഡിയോ ആണെന്ന് പലരും വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ പല ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ നേരിട്ടു തുടങ്ങിയതോടെയാണ് അഞ്ജു പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ അധികൃതർ ഇതുവരെ വേണ്ട നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും താരം പറയുന്നു. തൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ച് ഈ വീഡിയോയിൽ ഉള്ളത് താനാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് അഞ്ജു പറയുന്നത്. ന്യൂസ് വന്നിട്ട് 2 വർഷം മുമ്പേ ആണ് ഇത് വന്നത്. അപ്പോൾ തന്നെ ഞാൻ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല. കോഴിക്കോട് സിറ്റി കമ്മീഷണർക്ക് പരാതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കാക്കൂർ പോലീസ് സ്റ്റേഷൻ, ബാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ, ഇവിടെയൊക്കെ പോയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാമെന്നല്ലാതെ എനിക്ക് ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു അന്വേഷണങ്ങളും നടന്നിട്ടില്ല. അത് വളരെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോഴാണെങ്കിലും ശരി. ആത്മഹത്യയ്ക്ക് വരെ ഒരുങ്ങിയ അഞ്ജുവിനൊപ്പം വീട്ടുകാരും സീരിയലിലെ അണിയറ പ്രവർത്തകരും ഒരുമിച്ചിട്ടുണ്ട്. ചില പരിപാടികളിൽ പോകുമ്പോൾ വീഡിയോ കണ്ട് താനാണെന്ന് തെറ്റിദ്ധരിച്ച് മോശം കമൻറ്റുകളും തട്ടുമുട്ടുമൊക്കെ ഇതിൻ്റെ പേരിൽ കിട്ടാറുണ്ടെന്നും വേദനയോടെ അഞ്ജു പറയുന്നു. വളരെയധികം ബുദ്ധിമുട്ടാണ്. മാനസികമായിട്ടാണെങ്കിലും ശരി, നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്ന വേറൊരു കണ്ണിലൂടെ നമ്മൾ ചെയ്തതാണെങ്കിലും ഓക്കെ. ഞാനിപ്പോഴും സുരഭീച്ചിനോട് പറയുന്നതാണ്, സുരഭീച്ചി നമ്മൾ ചെയ്തതാണെങ്കിലും ഓക്കെ, നമുക്കത് മനസ്സിൽ നമുക്ക് സമാധാനിക്കാനെങ്കിലും പറ്റും. ഇത് ഞാൻ ചെയ്യാത്തൊരു കാര്യം പെട്ടെന്ന് ഞാനാണെന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. അതല്ലെങ്കിൽ എനിക്കറിയില്ല എന്താ സംഭവിക്കാനുള്ളത്. കാരണം അത്രയും ഇതിൻ്റെ പിന്നാലെ ഞാൻ ഓടിയിട്ടുണ്ട്. എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇതിനെ കുറേ നല്ല ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. അതേപോലെ കുറേ ആൾക്കാർക്ക് അറിയില്ല. കാരണം ഞാനെന്ന് പറഞ്ഞ് വരുമ്പോൾ എന്നെ അറിയുന്നവർ ഒരുപാടല്ലെങ്കിൽ കുറച്ച് പേർക്ക് അറിയാം. അവർക്ക് മനസ്സിലാവും, അറിയാത്തവർക്ക് അത് അറിയില്ലല്ലോ. ന്യൂസ് ഡെസ്ക് സിനി ലൈഫ്.